ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഡോറിൻ്റെ എലിവേഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമ്മൾ ഈ ഡോറിനെ പറ്റി. ഇത് ഡോറിൻ്റെ പ്ലാനാണ്. ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോയിൽ ഡോറിൻ്റെ എല്ലാ പാർട്സിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ സെയിം പ്ലാനാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ഈ പ്ലാൻ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ പ്ലാൻ വെച്ചിട്ട് എലിവേഷൻ വരയ്ക്കാൻ നോക്കാം. സോ നമ്മൾക്ക് ചില ഡീറ്റെയിൽസ് ആവശ്യമാണ് നമ്മൾക്ക് എലിവേഷൻ വരയ്ക്കുന്നതിന്. അത് നമ്മളിവിടെ ഇപ്പോൾ ഒരു 2.2 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഡോറിൻ്റെ അതായത് സ്ട്രക്ചറൽ ഓപ്പണിംഗ് 2.2 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഡോറിൻ്റെ എലിവേഷൻ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എക്സൽ ലൈൻ എടുക്കുക. എക്സൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. നമ്മൾക്ക് വെർട്ടിക്കലിയാണ് വേണ്ട. സോ എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ എന്നുള്ള ബോട്ടം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ആദ്യം തന്നെ ഈ വൺ ആണ് വരയ്ക്കുക. അതായത് ഈ സൈഡിൽ നിന്നുള്ള എലിവേഷൻ, ഡോറിൻ്റെ എലിവേഷനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സോ രണ്ട് സൈഡിലെ എലിവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം രണ്ട് സൈഡിലെയും നമ്മൾക്ക് ഡോർ കാണുന്ന രീതികളൊക്കെ കണ്ടില്ലേ, നമുക്ക് ഡിഫറെൻ്റ് ആണ്. പ്ലാനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ രണ്ട് ഓപ്പോസിറ്റുള്ള എലിവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് E1 ആണ്. സോ ഞാൻ രണ്ട് സൈഡിലും, രണ്ട് ആർക്കിട്രേവിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ എക്സൽ ലൈൻ വെച്ചിട്ടുണ്ട്. ഞാൻ എക്സൽ ലൈൻ ഹൊറിസോണ്ടലി എടുത്തതിന് ശേഷം ഇതാണൊരു ഫ്ലോർ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഫ്ലോർ ലൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആർക്കിട്രേവിൻ്റെ ഏറ്റവും ടോപ്പ് ഹൈറ്റ്, ഞാനിപ്പോൾ സ്ട്രക്ചറൽ ഓപ്പണിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ കൺസിഡർ ചെയ്യണ ആർക്കിട്രേവ് ലെങ്ത് ടോപ്പ് 2.2 ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഞാൻ ഓഫ്സെറ്റ് കൊടുക്കുന്നു. ഫ്ലോർ ലെവലിൽ നിന്ന്, ഇത് 0 ലെവലിൽ നിന്ന് കൺസിഡർ ചെയ്യുക ഈ ലൈന്. ഇവിടുന്ന് ഞാൻ സോ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2.2. സോ അപ്പോൾ ഞാൻ ഈ 2.2 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആർക്കിട്രേവിൻ്റെ ടോപ്പ് ഹൈറ്റായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഞാൻ നോർമലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സൽ ലൈൻ വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. സോ വീണ്ടും എക്സൽ ലൈൻ വെച്ച് വരയ്ക്കുക. ഇന്ന് ആദ്യം നമ്മൾക്ക് ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. ഏത്? ഈ ആർക്കിട്രേവ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. സോ ദിസ് ആർക്കിട്രേവ് ഈസ് 60. ദെൻ അഗെയിൻ നമ്മളൊരു ലൈൻ കാണുന്നുണ്ട്, അത് 25. പിന്നെ നമ്മുടെ ക്ലിയർ ഓപ്പണിങ്ങിലൂടെ നമ്മൾ കാണുന്നത് ഡോറാണ്, അത് നെക്സ്റ്റ് 25. നെക്സ്റ്റ് ആർക്കിട്രേവ് ഡോർ ജാമ്പ് 25 ആയിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ആർക്കിട്രേവ് 60. സോ നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 2.2 വരച്ചിട്ടുണ്ട്. 2.2 വരച്ചതിന് ശേഷം നിങ്ങൾ 60 ഓഫ്സെറ്റ് ചെയ്യുക. 60 ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്യുക. 60 ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം ട്രിം ചെയ്ത് കളയുക. TR ട്രിം ക്ലിക്ക് ചെയ്യുക, ഈ ലൈൻ ക്ലിക്ക് ചെയ്യുക, എഗെയിൻ എൻ്റർ ചെയ്യുക, ഇത് ഡ്രാഗ് ചെയ്യുക, സെലക്ട് ചെയ്യുക. സോ ഇത് ഹോൾ ട്രിമ്മായി പോകും. അതിനുശേഷം ഇതിന് ട്രിം ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ലറ്റ് ഉപയോഗിച്ച് 0 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ. സോ ഇത് എൻ്റെ ആർക്കിട്രേവ് ഇവിടെ ഫുൾ വന്നിട്ടുണ്ട്. മേളിൽ നിന്ന് ഞാൻ ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം 60 ഓഫ്സെറ്റ് ചെയ്തിട്ട് വരയ്ച്ചു. സോ ഇതാണ് നമ്മളുടെ ആർക്കിട്രേവ് നിങ്ങൾക്കറിയാം, ടോപ്പിൽ നിന്ന്, അതായത് ഫ്ലോർ ലെവൽ, നമ്മൾ തറ ലെവലിൽ നിന്ന് 2.2 വരെയാണ് നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതുവരെ ഉണ്ടാവും. അടുത്ത ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കി, നിങ്ങൾ ഇവിടെ നിന്നിട്ടാണ് നിങ്ങൾ, അതായത് E1 എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾ നിന്നിട്ട് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നു അതാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എലിവേഷൻ, അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 60 വരച്ചു, കംപ്ലീറ്റായി. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് ഈ 25 ആണ്. അതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്ത് ഈ ജാമ്പ് എന്ത് ചെയ്യാൻ ഓൾ റൗണ്ടർ വരുന്നുണ്ട്, ഫുള്ള് വരുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 25നെ നേരത്തെ കാണിച്ച മെത്തേഡിൽ ചെയ്യാം. ഇത് കണ്ടോ, ഇതെല്ലാം പല ലൈനായിട്ട് നിങ്ങളുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്ത് പല ലൈനെ നിങ്ങൾക്ക് ജോയിൻ കൊടുക്കാം. സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്താൽ ജോയിൻ ആവും. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഓഫ്സെറ്റ് എൻ്റർ 25 കൊടുത്തു. സോ എനിക്കിപ്പം ഈ 25 കിട്ടി.
അതിനുശേഷം ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഡോറാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം, ഡോറ് കാണുന്നുണ്ടെങ്കിലും ഡോറിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണുന്നില്ല. നമ്മളൊരു 875 എന്നുള്ള പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സൽ വെക്കുക. എക്സൽ വെച്ചതിന് ശേഷം നമുക്കറിയാം, നമ്മൾ മേളിലുള്ള ഡോറെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് കാണുമല്ലോ. നമ്മളൊരു ഗ്യാപ്പ് കാണും അല്ലേ, നമ്മൾ നോക്കുന്ന സമയത്ത്. കാരണം ഡോർ ഓപ്പൺ ആവാനും ക്ലോസ് ആവാൻ വേണ്ടി നമ്മളൊരു 3 mm ഗ്യാപ്പ് കൊടുക്കും. 3 mm ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അറിയാൻ വേണ്ടി നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോഴാണ് ആ ഗ്യാപ്പ് ലെഫ്റ്റിലെ റൈറ്റിലെ. ഇപ്പോൾ ഇവിടെ 3 ആണ് കൊടുത്തേക്കുന്നത്. ഇത് തന്നെ നമ്മുടെ ടോപ്പിൽ വരും. ആ ടോപ്പിലെ ഗ്യാപ്പ് നമ്മൾക്കിവിടെ കാണണം. ഞങ്ങൾ ഈ ലൈനിൻ്റെ കളറൊന്ന് മാറ്റാം, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഈ ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? എൻ്റെ ഡോർ ലൈനാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കുന്ന ഡോർ ലൈനാണ് ബ്ലൂ ലൈൻ. സോ ഇനി എനിക്ക് മേളിൽ എന്ത് ചെയ്യണം? ആ ഡോർ ലൈനിൽ ഒരു 3 mm ഗ്യാപ്പിലാണ് കാണുന്നത്. ഞാനിപ്പോൾ 3 mm ഓഫ്സെറ്റ് ചെയ്തു. 3 mm ഓഫ്സെറ്റിന് ശേഷം ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് താഴെ വരെ വച്ചു. ഇത് നമ്മുടെ 4 ലെവലിലാണ്. പക്ഷേ നമ്മുടെ ഡോറ് ഒരിക്കലും ഫ്ലോറിൽ ടച്ചാവോ? ഒരിക്കലുമില്ല. എപ്പോഴും ഒരു അണ്ടർ കട്ട് കാണും. അതായത് നിങ്ങളുടെ വീടിൻ്റെ ഡോറിൽ പോയി നോക്കി കഴിഞ്ഞാൽ എന്തായി, ഒരു 6 mm 8 mm മാക്സിമം 10 mm വരെ നിങ്ങളുടെ എന്ത് ചെയ്യും? ഞാനിവിടെ 8 mm ആണ് കൊടുക്കുന്നത്. 8 mm വരെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് താഴേന്ന് നിങ്ങളുടെ ഡോറിന് എന്തുണ്ടാവും? ഒരു ഗ്യാപ്പ് കാണും. കാരണം അത് താഴെ ടച്ച് ചെയ്ത് അതിന് ഈസി ആയിട്ട് മൂവ് ആകാൻ പറ്റില്ലല്ലോ, തുറക്കാനും എടുക്കാനും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മളിപ്പോൾ ഡോർ വരച്ചു. ഇതാണ് നമ്മുടെ ഡോർ ലീഫ്. ഈ ഡോർ ലീഫ് കണ്ട മുകളിലൊരു 3 mm ഗ്യാപ്പ് ഉണ്ട്, താഴെ ഒരു അണ്ടർ കട്ട് ഒരു 8 mm ഉണ്ട്. അത് E1 ആണ്. E1. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഹാൻഡിലുണ്ട്, നമുക്ക് ഹിഞ്ചുണ്ട്, കൺസീൽഡ് ഡോർ ക്ലോസർ ഉണ്ട്. പക്ഷേ ഇപ്പം ബേസിക്കായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറയുന്നത് നമ്മളുടെ അകത്തെ ഹാൻഡിലാണ്. അകത്തെ ഹാൻഡിൽ നമ്മൾ താഴെ നിന്ന് മിനിമം എന്ന് പറയുന്നത് നോർമലി നമ്മൾ കൊടുക്കാറുള്ളത് ഫ്ലോർ ലെവലിൽ നിന്ന് 1000 mm 1000 mm നമ്മൾ കൊടുക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഹാൻഡിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ബ്ലോക്ക് കാണും, അതെടുത്ത് പല ടൈപ്പിലുള്ള ഹാൻഡിലുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളിരിക്കുന്ന ഒരു ടൈപ്പ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. സോ ഹാൻഡിലിൻ്റെ സെൻറ്റർ, രണ്ടിൻ്റെയും സെൻറ്റർ, ഇപ്പോൾ ഈ ബ്ലോക്കിൻ്റെ സെൻറ്റർ എടുക്കുക, മൂവ് ചെയ്ത് വെക്കുക. ഇത് ഹാൻഡിലിൻ്റെ സെൻസ്, ഇതാണ് ഹാൻഡിൽ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹാൻഡിലാണെങ്കിൽ വരെ നമുക്കറിയാൻ പറ്റും. നമ്മൾ പോളി ലൈൻ എടുക്കുക. ഇവിടെ നിന്ന് ഡോർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇവിടെ നിന്ന് സെൻറ്റർ പിടിക്കുക, എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കൊടുക്കുക. അതായത് ഇവിടെയാണ് നമ്മുടെ ഹിഞ്ച് വരുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഈ ലൈൻ കൊടുക്കുന്നത്. അതായത് നമ്മളിങ്ങനെ അകത്തോട്ട് തുറക്കുന്നു എന്നുള്ളത്. ഇവിടെയാണ് ഹിഞ്ച് വരുന്നത്, ഇവിടെയാണ് ഹാൻഡിൽ വരുന്നത്. ഇതാണ് നമ്മളുടെ E1 എലിവേഷൻ. ഇനി നമുക്ക് ഡയമെൻഷൻസൊക്കെ നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് മാത്രം മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കിട്രേവിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. നമ്മൾക്ക് ഒരു സൈഡ് നമുക്ക് ഡോർ ജാമ്പിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഡോർ ജാമ്പിൻ്റെ ഇത് നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടുന്ന് ഇതുപോലെയാണ് നമ്മളുടെ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഇതാണ് ഒരു ഡോറിൻ്റെ ഈ ഒരു വശം, അകത്തോട്ട് തുറക്കുന്ന ഒരു വശം. ഇനി ഇതിനകത്ത് പക്ഷെ നമ്മൾ 2 വശവും വരച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. സോ ഇതിനെല്ലാം മാർക്ക് ചെയ്യണം. ഞാൻ ഇതിൻ്റെ പാർട്ട് 3 നെക്സ്റ്റ് ഇപ്പുറത്തെ എലിവേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.